ഇസ്രായേലിലെ നഗരങ്ങളിൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചെന്ന് റിപ്പോർട്ട്. ഇസ്രായേലി നഗരങ്ങളിൽ പതിച്ചതിൽ ഒന്നിലേറെ ക്ലസ്റ്റർ ബോംബുകൾ ഉണ്ടായിരുന്നുവെന്ന് ഇസ്രായേലി സൈന്യം പറയുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷം 8-ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്താണ് ഇറാന്റെ ആക്രമണം. ഒറ്റയെണ്ണമായി തൊടുക്കുന്ന ക്ലസ്റ്റർ ബോംബ് ലക്ഷ്യത്തിലെത്തുമ്പോൾ നൂറുകണക്കിന് ചെറിയ ബോംബുകളായി പൊട്ടിത്തെറിക്കും. വ്യാപകമായ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ബോംബുകളാണിവ. ദീർഘദൂര മിസൈലുകൾക്കൊപ്പമാണ് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ തൊടുത്തതെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഇറാൻ വിക്ഷേപിച്ച ക്ലസ്റ്റർ ബോംബ് അന്തരീക്ഷത്തിലെ 7 കിലോമീറ്ററിന് മുകളിൽ നിന്ന് പൊട്ടി 8 കിലോമീറ്റർ പരിധിയിൽ വീണുവെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെന്നും ഇത് യുദ്ധ കുറ്റകൃത്യമാണെന്നും ഇസ്രായേൽ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ പറഞ്ഞു. മധ്യ ഇസ്രായേലി പട്ടണമായ അസൂറിലെ ഒരു വീട്ടിൽ പതിച്ച ബോംബ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനിയും പൊട്ടാത്ത ബോംബുകൾ പല സ്ഥലങ്ങളിലും വീണിട്ടുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും സൈന്യം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. നേരത്തെ ക്ലസ്റ്റർ ബോംബുകളുടെ നിരോധനം ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ച രാജ്യമാണ് ഇസ്രായേൽ. അന്ന് ഇറാനും കരാറിനെ എതിർത്തിരുന്നു. 2023 അമേരിക്ക റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈന് ക്ലസ്റ്റർ ബോംബുകൾ നൽകി. റഷ്യൻ സൈന്യം തിരിച്ചും ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായി യുക്രൈൻ ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.